ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ വേണുവേട്ടാ. ഇനി കോടതിയിലേക്കല്ലേ പോണ്ടത്? തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം പേടിക്കുന്നതിന് നല്ല വക്കീലന്മാര് കേസ് വായിച്ച് മോളെ രക്ഷപ്പെടുത്തൂടി. വേണു ആശാൻ പറഞ്ഞതാ അതിന്റെ ശരി. അതൊരു പരാജയമായിപ്പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? മോളെന്താ ആലോചിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല. ഞാൻ എന്തിനാ അവിടെ പോയതെന്ന് അച്ഛന് പിന്നീട് ഒരിക്കലും ബോധ്യപ്പെടും. തെറ്റ് ചെയ്തവര് വേറെ ആരോ. അവരാരാണെങ്കിലും പിന്നീട് അവര് ശിക്ഷിക്കപ്പെടും. ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അച്ഛാ. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവളാ. ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിൽ പോയി ചാടി എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ കാരണം എന്റെ അച്ഛന്റെ പേര് ചീത്തയായതില് എനിക്ക് വിഷമമുണ്ട്. എന്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്കിപ്പോ പേരോ പദവിയോ ഒന്നുമല്ല മോളെ വലുത്. അതിലൊക്കെ വലുത് ഒന്ന് നഷ്ടപ്പെടുകയാണ്. എനിക്ക് പോകേണ്ട സമയവും അടുക്കുകയാണ്. അച്ഛൻ ടെൻഷൻ അടിക്കാതെ കിടക്കാൻ നോക്ക്. കോടതിയിൽ ചെന്നാലും ഞാൻ രക്ഷപ്പെടും. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. സത്യം. എടാ, നമ്മുടെ പ്ലാനിംഗ് ഒക്കെ പൊളിയോ? ആ മന്ത്രി ചെന്ന് അവളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോന്നില്ലേ? അയാൾ ഇറക്കിക്കൊണ്ട് പോന്നെന്ന് വെച്ച് കൊലക്കുറ്റ ഇല്ലാതാവോ? ഇതിപ്പോ വല്യമ്മാവനോടുള്ള ഒരു സ്നേഹം ആ പൊൻകുന്ന സദാശിവൻ കാട്ടി, അത്രേ ഉള്ളൂ. അവളെ ലോക്കപ്പിൽ തന്നെ കിടക്കണമായിരുന്നു. അതായിരുന്നു എന്റെ മോഹം. അവള് നാളെ ജയിലിലേക്കല്ലേ അമ്മേ പോകുന്നേ. അതിൽ പരം സന്തോഷം അമ്മയ്ക്ക് ഇനി എന്താ? മാഡം, മാഡത്തിന് ഇനി എന്തിനാ ടെൻഷൻ? മോള് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയില്ലേ? നീ എന്താ സുജയ് പറയുന്ന? സ്റ്റേഷനിലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇനി കോടതിയിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരണം. അതിന് നല്ല വക്കീലന്മാര് പോരെ മാഡം? മിടുക്കന്മാരായ വക്കീലന്മാര് വാദിച്ച പുല്ല് പോലെ പുറത്തു വരും. നീ ആ പറഞ്ഞത് ശരിയാ. എന്തായാലും ഇനി ആ കടമ്പ കൂടി കടക്കണം. അല്ല മാഡം, മോള് രാജമോനെയും കൂട്ടി ഇങ്ങോട്ട് വന്നില്ലല്ലോ. അപ്പൊ നീ അതറിഞ്ഞില്ലേ? എന്താ മാഡം? പ്രതാപേട്ട ഹോസ്പിറ്റലിലാ. അയ്യോ, എന്താ അസുഖം? ടെൻഷനായിരിക്കും സുജയ്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ശരി മാഡം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അംബിക എന്തൊക്കെ അപവാദങ്ങൾ പടച്ചു വിട്ടാലും, ഋതുമോള് പ്രതാപേട്ടന്റെ ചോരയല്ലേ. സ്വന്തം കുഞ്ഞൊരു ആപത്തിൽപ്പെട്ടാല് അമ്മയെ പോലെ തന്നെ അച്ഛന്റെ മനസ്സും തകർന്നു പോവില്ലേ? നിഷ്കളങ്കനായ ഈ പ്രതാപേട്ടന് ആ അംബികയുടെ കയ്യിന്ന് എന്നാ ദൈവമേ ഒരു മോചനം. രാജുവിനോട് സത്യമൊന്നും പറയണ്ട, അത് ഏട്ടന് ഇഷ്ടാവില്ല. വർമ്മ സാറിന് എന്താണ് സാർ കുഴപ്പം?
എന്താ ഡോക്ടർ പറഞ്ഞേ? ഏയ് ഏട്ടന് കുഴപ്പമൊന്നുമില്ല രാജു. ടെൻഷൻ കൊണ്ടുണ്ടായതെന്നാ ഡോക്ടർ പറഞ്ഞേ. ഇത് സത്യമാണോ സാറേ? നിന്നോട് എന്തിനാ രാജു ഞങ്ങൾ നുണ പറയുന്നേ? നീ ഞാൻ കഞ്ഞിനാണോ? ആ മണിക്കുട്ട, ആ രാജു, അനന്തം പിള്ളയ്ക്ക് ഇതിലെ കൈയുണ്ടോന്ന് ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുക. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അയാൾക്ക് പങ്കില്ലാതെ വരില്ല. മണിക്കുട്ടൻ ഇപ്പൊ എന്തായാലും അവിടെ നിന്ന് മാറണ്ട. ഞാൻ മാറുന്നില്ല. പക്ഷെ കോടതിയിലെ കാര്യങ്ങളെ നമുക്ക് നെഗറ്റീവായിട്ട് വരുമെന്നാ പൊതുജന സംസാരം. അതെന്താ അങ്ങനെ പറഞ്ഞ? തെളിവുകളെല്ലാമേ നമുക്കെതിരല്ലേ. റിമാൻഡിലേക്ക് പോകുമെന്നാ എന്റെ പേടി. മണിക്കുട്ടൻ തൽക്കാലം ഫോൺ വെക്ക, ഞാൻ പിന്നെ വിളിക്കാം. ശരി രാജു. എടീ, നീ ഇങ്ങനെ വിഷമിക്കാതെ. എന്തായാലും മോള് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയില്ലേ? അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ വേണുവേട്ടാ. ഇനി കോടതിയിലേക്കല്ലേ പോണ്ടത്? തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം പേടിക്കുന്നതിന് നല്ല വക്കീലന്മാര് കേസ് വായിച്ച് മോളെ രക്ഷപ്പെടുത്തൂടി. വേണു ആശാൻ പറഞ്ഞതാ അതിന്റെ ശരി. മിടുക്കന്മാരായ വക്കീലന്മാര് വാദിച്ച ഏത് കൊലക്കേസിൽ നിന്ന് സുഖമായിട്ട് ഇറങ്ങി പോരാം. അല്ല, ഞാൻ നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അയ്യോ, നിങ്ങളുടെ ആശ്വസിപ്പിക്കലൊന്നും വേണ്ട. നിങ്ങൾക്ക് ചോറ് ഇവിടെ കൂറ് വല്ലോടുത്താ. എല്ലാ വചനങ്ങളൊന്നും പറയല്ലേ വേണുവാശാന്. ഞാൻ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവളൊന്നുമല്ല. നല്ല കുടുംബസ്നേഹിയാ. പിന്നെ ആരുടെയും മുഖം നോക്കാതെ ഉള്ള കാര്യം വിളിച്ചു പറയും. അതുകൊണ്ട് പലരും എനിക്ക് ശത്രുക്കളാ. പോട്ടെ. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ടറിയാം. വരട്ടെ, എവിടം വരെ പോകുന്നു ഞാനൊന്ന് കാണട്ടെ. മണകൊണാഞ്ചൻ എന്നെ നല്ല സംശയമുണ്ട്. പോലീസ് ഇതുവഴി എങ്ങാനും വന്ന് ചോദ്യം ചെയ്താ ഇവൻ എന്റെ പേര് പറഞ്ഞു കൊടുക്കും. തടി കേടാവാതെ രക്ഷപ്പെടാൻ എന്താണൊരു വഴി? ഈ കുഞ്ഞിനോട് എങ്ങനൊരു ചതി ചെയ്തത്? ഏത് മഹാദ്രോഹിയാ വേണുവേട്ടാ. ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ വലിയ പാടാടി. അകലേ